ഹായ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നില്ല. ഇന്ന് ഞാൻ സാധാരണ പറയുന്ന ഒരു ജോബ് വേക്കൻസി ആയിട്ടല്ല കേട്ടോ വരുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എന്തിനാ ഈ വീഡിയോ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ. എൻ്റെ റൈറ്റ് സൈഡിലാണ് എൻ്റെ സിസ്റ്റം വയ്ക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ എൻക്വയറീസ് എല്ലാം സിസ്റ്റത്തിലാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ടിലാണ് ഫാർമസിയുടെ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കുന്നത്, പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുന്നത്. നമുക്കൊരു അകത്തൊരു ചെറിയ ഓഫീസ് റൂമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓഫീസ് റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത്ര കംഫർട്ടബിൾ അല്ല. കാരണം കസ്റ്റമേഴ്സ് പെട്ടെന്ന് വരുമ്പോൾ വീഡിയോ ഓഫ് ചെയ്യണ്ടേ. ഇതാകുമ്പോൾ എനിക്ക് ക്യാമറയിൽ കൂടെ വരുന്നത് കാണാം. അപ്പോൾ എനിക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ എപ്പോഴും നാട്ടിൽ നമ്മൾ ന്യൂസ് കാണുന്നതാണ്, മാരകായുധങ്ങൾ ഒരു സംഘത്തിൽ നിന്ന് പിടിച്ചു, വടിവാൾ കണ്ടെടുത്തു എന്നൊക്കെ. ഞാൻ ഈ ന്യൂസെല്ലാം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട് എത്ര നല്ലതാണ്, എത്ര സേഫാണെന്ന് തോന്നിപ്പോകും. സംശയമുണ്ടല്ലേ ഞാൻ പറയുന്നതിൽ. എന്തുകൊണ്ടാണ് ഞാനത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കമ്പയർ ചെയ്യുന്നത് വേറെ ആരുമായിട്ടല്ല, പാകിസ്ഥാനായിട്ടാണ്. ഞാനിവിടെ വന്നപ്പോൾ പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആരുടെയും ഡീപ്പ് കൾച്ചറിലേക്കോ അവരുടെ ഫാമിലിയിലേക്കോ അവരുടെ കൺട്രി ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ രാഷ്ട്രപരമായ കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ ഒരിക്കലും ചർച്ചയ്ക്ക് ഞാൻ പോയിട്ടില്ല. ബിക്കോസ് ഞാൻ ആദ്യത്തെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തിട്ട് പിന്നെ ഞാൻ മാനേജർ പൊസിഷനിലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യണം എന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഈവൻ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു ലിമിറ്റ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മൾ അവരോട് സംസാരിക്കില്ല. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് നാഷണാലിറ്റി ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എമറാത്തീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ട്രെയിനി ഉണ്ടായിരുന്നു, എമറാത്തി ട്രെയിനി ഉണ്ടായിരുന്നു. അറബ്സിൻ്റെ കൂട്ടത്തിൽ പറയാനാണെങ്കിൽ എമറാത്തീസ് ഉണ്ടായിരുന്നു, സുഡാനീസ് ഉണ്ട്, സിറിയൻസ് ഉണ്ട്, ലെബനീസ് ഉണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ മെയിനായിട്ടും അറബ്സിന് ഈ 5 നാഷണാലിറ്റിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എനിക്ക് നേപ്പാളി സ്റ്റാഫ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനി ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ പറയാനാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ കർണാടക, ദെൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഏറ്റവും കംഫർട്ടബിളായിട്ട് ഞാൻ വർക്ക് ചെയ്തത് ബേസിക്കലി സുഡാനീസിൻ്റെ കൂടെയും പിന്നെ തമിഴിയൻസിൻ്റെ കൂടെയാണ്. എനിക്ക് തമിഴിയൻസിനോട് പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ അവിടെ പഠിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് തമിഴിലാണ്. ഹിന്ദി അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. സോ അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തമിഴ്നാട്ടിലെ ആൾക്കാരോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്, എല്ലാവരോടും നല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ ഈ നാഷണാലിറ്റിക്ക് ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം, ഈ പാകിസ്ഥാനീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഇവർ ഭയങ്കര നേഷനെ കുറിച്ച് കൺസേൺ ആണ്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ്, അവൻ്റെ പേര് ഒസാമ എന്നാണ്. ഒസാമ ബിൻ ലാദൻ എന്നാണ് ഇവൻ പൊതുവെ അറിയപ്പെടുന്നത്. ബട്ട് അവൻ സർവക്കർ ഫാമിലിയിലെ പഞ്ചാബ് സൈഡ്, അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് സൈഡിൽ വരുന്നവനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യനാട്ടോ, വലിയ പ്രായമൊന്നുമില്ല, കാണാനും കൊച്ചാണ് ആൾ. ഞാൻ ഈ ഫാർമസിയിൽ 3 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഈ ഒസാമ. ഇവൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഭയങ്കര ഒത്തിരി ഫോളോവേഴ്സൊക്കെ ഉള്ള വലിയ ടിക്ടോക്ക് താരമാണ്. വഴികൂടെ പോകുമ്പോൾ എല്ലാ ആൾക്കാർ ഇവനോട് ഞാൻ കൂടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടെ, നിങ്ങളുടെ കൂടെ എനിക്ക് ചായ കുടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്ന വലിയൊരു ടിക്ടോക്ക് താരമാണ് ഇവൻ. ബട്ട് സ്റ്റിൽ നമ്മുടെ സ്റ്റാഫായിട്ട് 3 വർഷമായിട്ട് ഇവൻ നമ്മുടെ കൂടെ ഉണ്ട് താനും. അപ്പോൾ ഇവൻ എപ്പോഴും ഇവൻ്റെ രാജ്യത്തെ കാര്യങ്ങൾ, പഞ്ചാബിൽ നടക്കുന്ന കാര്യങ്ങൾ, ലൈക്ക് മറ്റ് സൈഡിലേക്ക് പഠാൻ സൈഡിലേക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം വന്ന് പറയും കേട്ടോ. ഇപ്പം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. ചില യൂട്യൂബ് പേജസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് ഈ പാകിസ്ഥാനിലെ ഇത്രയേറെ വയലൻസ്, ആ രാജ്യത്തെ നശിപ്പിക്കുന്നത് ആരാണ് എന്ന് ഇവൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പാകിസ്ഥാൻ നടക്കുന്നത്. ഇടയ്ക്ക് ഇവൻ പറയുമായിരുന്നു, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് തോക്കെടുത്ത് വെടിവെക്കണം. അപ്പം നിനക്ക് വേറെ പണിയില്ല, നിനക്കിവിടെ നല്ല ജോലിയുണ്ട്, നീ ഇവിടെ നിൽക്ക്, നീ ഇവിടെ തന്നെ സെറ്റിൽ ആവും. അപ്പോൾ ഇടയ്ക്ക് ഇവൻ്റെ ബ്രദറിനെ കൊണ്ടുവന്നു, തലാൽ എന്ന് പറഞ്ഞിട്ട്. റീസെൻ്റ്ലി തലാലിനെ പോലീസ് പിടിച്ചു നാട്ടിൽ. അപ്പോൾ ഇവനിവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഞെട്ടിയപ്പോൾ, ഒരു പിസ്റ്റളോ?
അപ്പോൾ അവൻ പറയാം, മാഡം ഒരു പിസ്റ്റളോ, മാഡത്തിന് ഏതാ വേണ്ടത്, AK-47 വേണം. എനിക്ക് കേട്ടിട്ടില്ലാത്ത, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത കുറേ മോഡൽസൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതിലേത് മോഡലാണ് മാഡത്തിന് വേണ്ടത്, ഒരു ഫോൺ കോൾ മതി ഏത് വെപ്പണും നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്യാൻ. അതായത് പാകിസ്ഥാനിൽ വളരെ എക്സ്പെൻസീവ് ഒന്നും അല്ലാതാനും. AK-47 അവർക്ക് ഒന്നുമില്ല. ഈ എന്താ പറയുക, തോക്കിൻ്റെ ഉണ്ടയൊക്കെ അവർ കിലോ കണക്കിനാണ് അവർ വാങ്ങുന്നത്. അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ നിയമങ്ങളും എത്ര സ്ട്രിക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയൊരു കമ്പാരിസൺ ഉണ്ട്. അതായത് ആയിരക്കണക്കിന് യൂട്യൂബ് പേജസ് ഉണ്ട് പാകിസ്ഥാനിലെ ആൾക്കാർ വെപ്പൺസ് കാണിച്ചിട്ട് അത് സെയിൽ ചെയ്യുന്ന പേജസ്. ഇല്ലീഗലാണ്. ഇല്ലീഗലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നത്, ലീഗലായിട്ടല്ല കേട്ടോ, ഇല്ലീഗലായിട്ട് വെപ്പൺസ് വിൽക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ലൈവായിട്ടൊന്ന് പറയുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ വെപ്പൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കൊന്ന് വെപ്പൺ വാങ്ങിക്കാം. അതുപോലെ അതുണ്ടാക്കുന്ന ഫാക്ടറീസ് ഒരു ഡിസ്ട്രിക്റ്റിൽ, അവൻ പറയാണ്, ഒരു ഡിസ്ട്രിക്റ്റിൽ അപ്രോക്സിമേറ്റ്ലി 5000 മിനിമം 5000 ഫാക്ടറീസ് ഉണ്ട് ഈ തോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. നടന്നു പോകുന്ന ബൈക്കിൽ 2 പേര് പോയി. ഒരു ബൈക്ക് പാർക്ക് ചെയ്ത് ഇറങ്ങിയ ഉടനെ പുറകെ കൂടെ വന്ന ആൾക്കാർ ഈ ബൈക്ക് തട്ടിയെടുക്കാൻ വേണ്ടി വെപ്പൺ കാണിച്ച് തോക്കെടുത്ത് വെടിവെക്കുകയാണ്. അപ്പോൾ ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇമ്മീഡിയറ്റ്ലി അവരും വെപ്പൺ എടുത്ത് തിരിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. ഒരു അവിടെ വളരെ കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണിത്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ്. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ കയ്യിലും ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വെപ്പൺ ഉണ്ടായിരുന്നു. വൈ? ബിക്കോസ് ഇറ്റ്സ് ഫോർ മൈ സെൽഫ് സെക്യൂരിറ്റി, എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ എനി ടൈം നമുക്കവിടെ അറ്റാക്ക് ഉണ്ടാകാം. അപ്പോൾ ഇവൻ്റെ ബ്രദറൊക്കെ പോലീസിൽ പിടിച്ചവർക്കൊരു എന്താ പറയുക, അതിർത്തി തർക്കം നടക്കുന്നുണ്ട്. ഇവരുടെ സ്ഥലം, ഇവർ കുറച്ച് അത്യാവശ്യം നല്ല ക്യാഷുള്ള ടീമാണ്. എൻ്റെ അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്തായിരുന്നു. നല്ല ഒത്തിരി നെല്ലും ഒക്കെ ഗോതമ്പൊക്കെ ഉള്ള വലിയ പാടമൊക്കെ ഉണ്ട്. അപ്പം അവൻ ഈസ് എ ബോൺ റിച്ച് ആണ്. എന്നിട്ട് ആ സ്ഥലം വേറൊരാൾക്ക് വേണം, ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം വേറൊരാൾക്ക് വേണം. അവനിങ്ങനെ പടമൊക്കെ വരച്ച് കാണിക്കും, ഇതാണ് മാഡം എൻ്റെ വീട്, ഇതാണ് എൻ്റെ അയൽക്കാരൻ്റെ വീട്, ഇയാൾക്ക് ഈ സ്ഥലം വേണം. അതിനുവേണ്ടി ഇയാൾ ഞങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. കാശ് കൊടുത്ത് കള്ളക്കേസിൽ കൊടുക്കുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു, അനിയനെ അറസ്റ്റ് ചെയ്യുന്നു, ഇവനെ അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് റെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഇവൻ്റെ വേറൊരു ബ്രദറുണ്ട്, പയ്യനിപ്പോൾ കാനഡയിൽ പോയേക്കാണ്. ഇവനും നല്ലതായിട്ട് പഠിച്ചതാണ് കേട്ടോ, അത്യാവശ്യം ഡിപ്ലോമയെല്ലാം കഴിഞ്ഞു, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ബട്ട് ഇവിടെ വരാൻ, ഇത്രയും റിച്ച് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾ ഇവിടെ വരാനുള്ള കാരണം, അവൻ എനി ടൈം അവനെ ആൾക്കാർ വെടിവെച്ച് കൊല്ലാന്നുള്ള പേടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വന്തം വീട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ എനി ടൈം നമ്മൾ കൊല്ലപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എങ്ങനെ ജീവിക്കുമല്ലേ ആ നാട്ടിൽ? നമ്മുടെ നാട്ടിൽ വടിവാൾ വെക്കണതിന്, വടിവാൾ മാരകായുധങ്ങളെന്ന് പറഞ്ഞ് പോലീസ് സീസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ തൊട്ട അയൽവക്കത്തെ രാജ്യത്ത് പരസ്യമായി യൂട്യൂബ് ചാനലിൽ ആയുധങ്ങൾ വിൽപ്പനയ്ക്ക്, അതും തോക്ക് വിൽപ്പനയ്ക്ക്, AK-47 വിൽപ്പനയ്ക്ക് എന്ന്, അത് ആയിരക്കണക്കിന് പേജസ് ഉണ്ട് എന്ന് പറയായിരുന്നു. സോ നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ള ആൾക്കാരാണല്ലേ, എത്ര ലക്കിയാണ് നമ്മൾ, എത്ര സേഫാണ്. ഇദ്ദേഹം എപ്പോഴും പറയും, എനിക്കൊരു പ്രാവശ്യമെങ്കിലും കേരളം ഒന്ന് വിസിറ്റ് ചെയ്യണം. ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുമല്ലോ, ഇത് നോക്കി ഫോട്ടോ കാണാം, ഈ വീഡിയോ കാണാം, എൻ്റെ വീട് കണ്ടോ, എൻ്റെ പരിസരങ്ങൾ കണ്ടെന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയാണ് നാട്, എത്ര സേഫാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു നേപ്പാളിനെ കിട്ടി നേപ്പാളി പാസ്പോർട്ട് വാങ്ങി എനിക്ക് ഒരു പ്രാവശ്യം മരിക്കുന്നതിന് മുന്നേ ഇന്ത്യ വിസിറ്റ് ചെയ്യണം. കാരണം ഇദ്ദേഹത്തിൻ്റെ പഴയ തലമുറയിലുള്ള ലൈക്ക് ഗ്രാൻഡ് പേരൻസിൻ്റെ ഫാദറും മദറൊക്കെ പാർട്ടീഷന് മുന്നേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ പോയ ആൾക്കാരാണ്. അപ്പോൾ ഇവൻ്റെ റിലേറ്റീവ്സ് എല്ലാം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അവനതുകൊണ്ട് വരണം, കാണണം എന്ന് ഭയങ്കര ആഗ്രഹവും. മെയിൻ ഫാക്ടർ അവൻ പറയുന്നത് സേഫ്റ്റിയും സെക്യൂരിറ്റിയൊക്കെയാണ്. സോ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിനും നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ പോലീസിനും ഒക്കെ ഇത്രയേറെ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാലോ അല്ലേ? അപ്പോൾ ശരി, ഇനിയൊരു വിശേഷമായിട്ട് ഞാൻ പിന്നെ വരാം. ഓൾറൈറ്റ്, ശരി എന്നാൽ.